ലൈവിൽ അനുമോൾക്കെതിരെ കൂട്ട ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തവർ. അനുമോൾ ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് റിജക്റ്റ് ചെയ്തതാണ് ഇതിനെല്ലാം കാരണമായത്. ഇന്ന് നടന്ന ടാസ്കിൽ അവിടെ 2 കമ്പനികളുണ്ടായിരുന്നു. ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കുന്ന നെവിൻ്റെയും അനീഷിൻ്റെയും 2 കമ്പനികൾ. ഈ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യേണ്ടത് അനുമോളും ജിഷിനുമാണ്. ഈ അനുമോൾ ഒരു രീതിയിലും 2 കമ്പനിയിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഒന്നും കൊള്ളില്ല, ഒന്നിനും ക്വാളിറ്റി ഇല്ല എന്നാണ് അനുമോൾ പറയുന്നത്. പക്ഷേ ജിഷിൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചിലതൊക്കെ എടുക്കാൻ തയ്യാറായി, ചില പ്രൊഡക്റ്റൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വിൽക്കാൻ തയ്യാറായി. പക്ഷേ അനു ഒരു രീതിയിലും ഒരു പ്രൊഡക്റ്റ് പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല. വളരെ ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതെടുക്കാൻ പറ്റില്ല, ഇതെടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബാലിശമായ കാരണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്താണ് കുപ്പി കഴുകിയത്. പക്ഷേ ബിഗ് ബോസ് തന്നെയാണ് അവിടുന്ന് വാഷ്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകിക്കോളാനൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വെള്ളം അവർക്ക് പിന്നെ വേറെ എവിടെ നിന്ന് എടുക്കാൻ കഴിയും? ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അത് മാത്രമല്ല, കുപ്പിയുടെ പുറത്ത് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. അത് അനുമോളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അനുമോളുടെ ഗെയിം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അനുമോൾ കളിച്ചു. പക്ഷേ ആ ഒരു ഗെയിമിൽ മൊത്തത്തിൽ ബാക്കി എല്ലാവരും തന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അനുമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അനുമോൾ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷേ ഒരു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാസ്ക് വളരെ ഭംഗിയായിട്ട് പോയേനെ. പക്ഷേ അത് അനുമോളുടെ ഗെയിമാണ്. അപ്പോൾ 2 കമ്പനിയുടെയും ഒരു പ്രൊഡക്റ്റ് പോലും അനുമോൾ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇവർ അഷ്യൂർ ചെയ്യാത്തതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒന്നും ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല, അതുകൊണ്ട് ഗോൾഡ് കോയിനും ഈ ഒരു റൗണ്ടിൽ തരുന്നതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ബാക്കിയുള്ള കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത, അതായത് കുപ്പി എടുക്കുകയും കഴുകി കൊടുക്കുകയും ചെയ്ത വർക്കേഴ്സ് എല്ലാവരും കൂടെ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അനുമോളെ ഇപ്പോൾ ഇട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അത് അനുമോളുടെ ഒരു ഗെയിമാണ്. അനുമോളുടെ ഒക്കെ കൊടുത്ത ടാസ്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു. പക്ഷേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ അവർക്ക് കോയിനെല്ലാം കിട്ടിയേനെ. ഇന്നലെ ഇതിൻ്റെ ഈ ഒരു ടാസ്കിൻ്റെ പ്രൊമോ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അനുമോൾക്കൊരു പണിയാകാൻ സാധ്യതയുണ്ട് എന്ന്. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.